NSS SNDP ഐക്യമുയർത്തുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ CPM. പാർട്ടി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് മുൻപെങ്ങുമില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതുണ്ടാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് CPM ലക്ഷ്യമിടുന്നത്. ഐക്യത്തെ പുറമേക്ക് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നീക്കത്തിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ CPM-ഉം ഇടതുമുന്നണിയും നീക്കം നടത്തിയത്. അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. വീണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യപ്പെട്ടുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായതുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹൈന്ദവ വോട്ടുകൾ പരമാവധി മുന്നണിയിലേക്ക് വന്നേ മതിയാകൂ. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെടുന്നതെന്ന് CPM തിരിച്ചറിഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം SNDP NSS നേതാക്കളുടെ ഐക്യ ആഹ്വാനം, NSS SNDP ഐക്യ ആഹ്വാനം അതിനുള്ള ഒരു വഴിയായി CPM കാണുകയാണ്. വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ വലിയ താല്പര്യത്തോടു കൂടി അതിനെ പരസ്യമായി സ്വീകരിക്കുന്നെങ്കിലും അതുവഴി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് തന്നെയാണ് CPM-ന്റെ ലക്ഷ്യം. മതേതര പാർട്ടിയാണ് CPM, എപ്പോഴും മതേതരത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഹൈന്ദവ ഐക്യം, പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക ശക്തികളുടെ ഐക്യം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ് അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരും, ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന ഒരു പ്രതികരണത്തിൽ മാത്രം CPM കാര്യങ്ങൾ നിർത്തുന്നത്. MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കളുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങൾ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് CPM എത്തിയത്. പൂർണ്ണമായും സജി ചെറിയാൻ തള്ളിപ്പറയുമ്പോഴും ഇതുവഴി ലഭിക്കാവുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് CPM വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ UDF-ഉമായി അടുക്കുന്നു, ഇടതുമുന്നണിയിൽ നിന്ന് കൂടുതൽ അകലുന്നു. അപ്പോൾ തീർച്ചയായും ഇത്തരമൊരു ഐക്യ നീക്കത്തിന്റെ ഗുണഭോക്താക്കൾ തങ്ങൾ തന്നെയായിരിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അവിടെ തന്നെ BJP-യിലേക്ക് വോട്ടുകൾ പോകാതിരിക്കാനുള്ള കരുതലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ വളരെ സംയമനത്തോടുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളിൽ നടത്തുന്നത്. കാരണം അതിന് അപകടം കൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത വിമർശനമാണ് രണ്ട് സാമുദായിക നേതാക്കളും ഉന്നയിച്ചത്. അത് പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമുള്ള വിമർശനമോ തിരിച്ചടിയായി മാറില്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പകരം അത് മുന്നണിയെ UDF-നെ ബാധിക്കാവുന്ന വിഷയമായി മാറുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കളെ തള്ളിപ്പറയാതെ എന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താതെയുള്ള കോൺഗ്രസിന്റെ ഒരു അടവ് നയം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSS-ന്റെ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു നീക്കത്തിന്റെ കൂടുതൽ വ്യക്തത വരും. ആർക്ക് ഗുണം ചെയ്യുന്ന നീക്കമായി ഇത് മാറുമെന്ന് കണ്ടറിയണം. ഏതായാലും ന്യൂനപക്ഷങ്ങളെ അകറ്റാതിരിക്കാനും അവരെ ചേർത്ത് നിർത്താനും ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ BJP-യിലേക്കും കോൺഗ്രസിലേക്കും അത് വിഭജിച്ചു പോകുന്നതിന് പകരം അതിന്റെ ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷ ഐക്യത്തിന്റെ, അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം, അത് തികച്ചും ഒരു ഹിന്ദു ഐക്യം മാത്രമായിട്ടല്ല, ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. അത്തരമൊരു ഐക്യ നീക്കം വരുമ്പോൾ അത് പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെതിരെ വർഗീയത ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ നീക്കം CPM നടത്തുന്ന ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും അതിന്റെ പരമാവധി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വിമർശനം ആയുധമാക്കാൻ കോൺഗ്രസിൽ തന്നെ നീക്കമുണ്ടായി. UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന സതീഷിനെതിരെ തിരിച്ചുവിടാൻ നീക്കമുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ചില നേതാക്കളുടെ മൗനവും പ്രതികരണങ്ങളും. G. സുകുമാരൻ നായർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയതോടെ ഇത്തരം നീക്കം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. സമുദായ നേതാക്കളുമായി പൊതുവിൽ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ VD സതീശൻ തുടക്കം മുതൽ വ്യത്യസ്തനാണ്. മറ്റു നേതാക്കളിൽ നിന്ന് വിഭിന്നമായി സമുദായ നേതാക്കളെ തള്ളിപ്പറയാൻ സതീശൻ നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സുകുമാരൻ നായർ VD സതീശൻ്റെ കഴിഞ്ഞകാല ഇടപാടുകളടക്കം കൃത്യമായി അണിനിരത്തിക്കൊണ്ട് ശക്തമായ നീക്കമാണ് നടത്തിയത്. ഇതോടുകൂടി VD സതീശനെതിരെ NSS എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വന്നത്. ഇത് ബോധപൂർവമായി ഇത്തരമൊരു നീക്കം നടത്താൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ശ്രമമുണ്ടായി എന്ന തരത്തിൽ കൂടി അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് പുറത്തു വന്ന പല നേതാക്കളുടെ പ്രതികരണവും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. G. സുകുമാരൻ നായർ
വി ഡി സതീശനെ കടന്നാക്രമിക്കുമ്പോഴും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് മൃദു സമീപനം സൂക്ഷിച്ചത് ഒരാളെ പിന്തുണച്ച് മറ്റൊരാളെ തള്ളിപ്പറയുക എന്ന തന്ത്രത്തിന്റെ ഭാഗം കൂടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. നേതാക്കളിൽ ചിലർ ഇക്കാര്യത്തിൽ പുലർത്തിയ മൗനവും ചിലരുടെ പ്രതികരണവും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം നീക്കം നടന്നു എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. UDF-ന് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നത് ഉറപ്പാണ്. വി ഡി സതീശനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ. അങ്ങനെയെങ്കിൽ NSSന്റെ വിമർശനങ്ങൾ വി ഡി സതീശനെതിരെ വഴിതിരിച്ചുവിടാനുള്ള നീക്കം ഇതിൻ്റെ കൂടെ ഭാഗമായിരുന്നു എന്ന വ്യാഖ്യാനം കൂടിയാണ് പുറത്തു വരുന്നത്. വിവാദങ്ങൾ ഈ തരത്തിലേക്ക് കടന്നതോടെയാണ് NSS ജനറൽ സെക്രട്ടറിക്ക് പുതിയ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത്. അതായത് താൻ പൂർണ്ണമായും വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും നേതാക്കൾക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്നും നിലപാടെടുക്കുന്നു. ഇതോടെ രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയാവുന്നത്. ഫലത്തിൽ NSSന്റെ വിമർശനങ്ങൾ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഇടം നൽകി എന്നതാണ് വാസ്തവം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് ഇടക്കാല റിപ്പോർട്ട്. അതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അഖില തന്ത്രി പ്രചാർ